ഒരു പെട്ടി വാങ്ങി. പക്ഷേങ്കിൽ ഈ പെട്ടി ഇവിടെ ഈ റൂമിൽ നമ്മൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇന്നാണ് ശരിയായ സാധനങ്ങളൊക്കെ പുറത്ത് വന്നത്. ഇത് തുറന്നു കഴിഞ്ഞപ്പോ ഇതിനകത്ത് ഒരു പെട്ടി കൂടി ഉണ്ട്. ഇതൊരു പെട്ടി. അതിപ്പോ ആവശ്യമുള്ളത് വാങ്ങുന്നു പോക്കിന് കേട്ടോ. നിന്നെല്ലാം ഈ സത്യം പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ കടയിൽ കയറ്റാൻ പറ്റില്ല. അപ്പൊ ബാഗ് പാക്കിങ് കൂടെ കാണാല് ഞങ്ങൾ ഹാപ്പിയാണ്, എന്നാൽ ചിലർ ഹാപ്പി അല്ല. അല്ലെ ആരാന്നറിയണ്ടേ? ഇവിടെ ഉണ്ട് ഹാപ്പി അല്ലാത്ത ആള് ഇരിക്കണം. സംഭവം എന്താന്നറിയോ? വേറെ ഒന്നുമല്ല, നമ്മള് ഒരു വലിയ യാത്ര എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ, നമ്മുടെ ലൈഫിലെ ഞങ്ങളുടെ ജീവിതത്തിലെ കല്യാണത്തിന് ശേഷം അല്ലെ, നമ്മൾ അതിന് മുമ്പായാലും ഞാനൊരു ഗൾഫിൽ പോയിട്ടുണ്ട്, വലിയ യാത്രയുണ്ട്. അത് യാത്ര എന്ന് പറയാൻ പറ്റില്ല, ജോലിക്കായിട്ട് പോയതല്ലേ. എന്നാലും നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ യാത്ര ഞങ്ങൾ പുറപ്പെടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതെന്താ സംഭവം? എന്താ ഇത് ഓണത്തിനടക്കം പൊട്ടി വെച്ചോടാ. യാത്ര അല്ല, ഇനി എന്നെ ഒന്ന് പറയാൻ വിടുവോ? അപ്പൊ സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പൊ ഇവിടെ മക്കളെ ഇതൊന്ന് പറയട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ യാത്ര എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കുളു മണാലി ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പേ. അപ്പൊ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വരാൻ വേണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ 30 പേരുണ്ട് അല്ലേ? നമ്മള് മാത്രമല്ല, ഏകദേശം 30 പേരോളം ഉണ്ട് നമ്മുടെ ഈ യാത്രയിൽ. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇനി ട്രെയിനിലൊക്കെ കയറുമ്പോഴാണ് പരിചയപ്പെടുള്ളൂ. അപ്പൊ ആ യാത്രേന്റെ മുന്നൊരുക്കങ്ങളാണെന്ന് പറയാം അല്ലേ? അപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്. ഇവിടെ ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താ ദൈവമേ, ഇതെല്ലാം എന്താവുന്നാവോ? അപ്പോ ഞങ്ങൾ ഹാപ്പിയാണ്, ഇവള് ഹാപ്പിയല്ലെന്ന് പറയാൻ കാരണം എന്താ? ഇവക്ക് എവിടെയെങ്കിലും പോകുമ്പോ ബാഗ് പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പളേ തുടങ്ങും, മുമ്പേ തുടങ്ങും. ഇനി ബാഗ് പാക്ക് ചെയ്യണ്ടേ. അപ്പൊ ഇന്നാണ് ബാഗ് പാക്കിങ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ കുളു മണാലി പോവാൻ വേണ്ടിട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തി, എന്തെല്ലാം വാങ്ങിച്ചു, പിന്നെ എന്തെല്ലാം കൊണ്ടുപോകുന്നെല്ലാം വെച്ചിട്ടുള്ളത് ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. പോകുന്നതിന് 3 ദിവസം 3 ദിവസം മുമ്പ് അല്ലെ, 3 ദിവസം മുമ്പുള്ള ഒരു ബാഗ് പാക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് അതെ, പക്ഷേങ്കിൽ ഈ ബാഗ് പാക്കിങ്ങിന്റെ വീഡിയോ ഇന്ന് വരില്ലേ? ഇത് കഴിഞ്ഞ് നാളെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുളു മണാലി വ്ളോഗ് ഒരു 2-3 വ്ളോഗ് അതായിരിക്കും അല്ലെ, നമ്മുടെ അവിടുത്തെ ഉണ്ടാവുക. പിന്നെ അതോടൊപ്പം, അതായത് പോകുന്നിടത്തോളം വരെയുള്ള ഒരു വ്ളോഗാണ് ഇത്. പോയി പിന്നെ നമുക്ക് ട്രെയിനിൽ പോകുന്നത്, അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ, അതൊക്കെ ആയിട്ട് വ്ളോഗുകൾ ഇങ്ങനെ വരും അല്ലെ. അപ്പൊ എന്തായാലും സത്യം, അത് നമുക്ക് വീട്ടിൽ നിന്ന് പോവാൻ ഭയങ്കര മടിയാണ്. പിന്നെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നികിയും മക്കളുമാണ് പോകുന്നത്. അമ്മക്കെല്ലാം അമ്മയെല്ലാം കൊണ്ടുപോകണം നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കണ്ട ചുമയായിട്ട് ഇവിടെ ശ്വാസം മുട്ടും ചുമയാണ്. അച്ഛനായാലും അപ്പൊ അച്ഛനും അമ്മക്കായാലും ചെറിയൊരു ചുമയും ശ്വാസം നമുക്ക് തീരെ കഴിയുന്നില്ല. അപ്പൊ ഇവരെല്ലാം ഇപ്പൊ തണുപ്പിലോട്ട് കൊണ്ടുപോയാൽ ഇടങ്ങേറാണ്. പിന്നെ നമുക്ക് എന്തായാലും ഇനി ഒരു അവസരത്തിൽ നമുക്ക് പോകാനൊരു ഭാഗ്യം കിട്ടിയ വെക്കേഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പോവാം. ഞങ്ങൾ ഇനി നമ്മുടെ രാമേശ്വരം ഒക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ അമ്മേ? അവിടെ നമുക്ക് പഴനി രാമേശ്വരം ഒക്കെ, അത് നമുക്ക് ഒരുമിച്ച് പോയി വന്നിട്ട്. അപ്പൊ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ പോയിട്ട് വരാന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ ബാഗ് പാക്കിങ് തുടങ്ങിയാലോ നമുക്ക്? ഇത് തന്നെ ഇപ്പൊ കൊറേ സമയമായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അല്ലെ? എന്തെല്ലാം വാങ്ങിച്ച, ഒരു ബാഗെല്ലാം വാങ്ങിച്ചിട്ടില്ലേ? നമുക്കൊരു ബാഗ് ഉണ്ടായിട്ടില്ല അല്ലെ? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും പോകുമ്പോഴും എന്തെല്ലാം സഞ്ചിയിലും, പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് ഒരു പഴയ ബാഗേ ഉള്ളൂ, അത് പഴയതുമാണ്. അപ്പൊ അങ്ങനെ ഒരു ബാഗല്ല, ഒരു പെട്ടി അല്ലെ, ആ ഒരു പെട്ടി വാങ്ങി. പക്ഷേങ്കിൽ ഈ പെട്ടി ഇവിടെ ഈ റൂമിൽ നമ്മൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ പെട്ടി എവിടെയും കാണാൻ പറ്റില്ല, വളരെ സുരക്ഷിതമായി ഒളിപ്പിച്ചിട്ടുണ്ട് അല്ലെ? എവിടെയാ? വേറെ എവിടെയല്ല, നമ്മുടെ ഈ കട്ടിലിനടിയിൽ. ഇതിനടിയിൽ ഒരു സ്റ്റോറേജ് ഉണ്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഗുണം ഉണ്ടായി കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ കുളു മണാലി പെട്ടി. പിടിച്ചുതരാം. ഡൺ ബേബി ഡൺ.
ഓക്കെ, ഇതാണ് സാധനം. നടുക്ക് പിടിക്ക്, അവിടെ പിടിച്ചാൽ മതി. ആ, ഇത് സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ കണ്ടാ പൊടി പിടിക്കാതെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ കുറെ സാധനങ്ങൾ വെക്കാട്ടോ. ഈ ഒരാറ മാത്രമല്ല, അവിടെയൊക്കെ ഉണ്ട്. ഒന്ന് പൊന്തിക്കണേന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പെട്ടീന്റെ കാര്യം, ഇതെല്ലാരും കണ്ടിട്ടുണ്ടാവേ. നമ്മളിപ്പോ വാങ്ങിയോണ്ടാണ് വലിയ കാര്യമായിട്ടെല്ലാം പറയുന്നത്. അപ്പൊ ഈ പെട്ടിക്കകത്ത് 3 പെട്ടി ഉണ്ട് ഇതിനകത്ത്. ഇത് തുറന്നു കഴിഞ്ഞപ്പോ ഇതിനകത്ത് ഒരു പെട്ടി കൂടി ഉണ്ട് കണ്ടോ. ഇതൊരു പെട്ടി, ഇതിനകത്ത് ഒരു പെട്ടി കൂടി ഉണ്ട് കണ്ടോ. ഇങ്ങനെ 3 പെട്ടിയാണ് ടോട്ടലി ഇതിനകത്ത് ഉള്ളത്. ഇതാണ് 3 പെട്ടി. ഞാൻ മൂന്നാക്കി വെച്ചിട്ടുണ്ട്. വലുത്, ചെറുത്, ചെറുത്. അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ ഇത് ഒരു സഫാരി എന്ന് പറഞ്ഞ ഒരു പെട്ടിയാണ്. പരസ്യം ഒന്നല്ല കേട്ടാ, സഫാരി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഞങ്ങൾ ഇതിനൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നല്ല, നമ്മളിത് ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. ഓൺലൈൻ വഴി വാങ്ങുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് പേര് നമ്മളോട് പറയും നാട്ടിലുള്ള കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളെല്ലാം ഓൺലൈൻ വഴി വാങ്ങിയെന്ന് പറയല്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് പോയിട്ട് പെട്ടി വാങ്ങണമെന്ന്. ഞാനും നിക്കിയും കൂടി പോയി കുറച്ച് കടകളിൽ ഞങ്ങൾ പോയി. അപ്പൊ ഇതിന്റെ റേറ്റ് നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പൊ ഈ നടുക്കിരിക്കണ ഈ പെട്ടിയല്ല, ഈ ഒരു പെട്ടി, ഈ വലുതല്ല, അല്ല ഇതല്ല എനിക്ക് അടുക്കത്തെ പെട്ടിയല്ല. ഈ ഒരു പെട്ടി ഞങ്ങൾ അവിടെ വില ചോദിച്ചു. ഒരു പെട്ടിക്ക് അവർ പറഞ്ഞത് 13,500. അതിന്റെ 50% ഡിസ്കൗണ്ട് കമ്പനി ഓഫർ ആണെന്ന് പറഞ്ഞു. അപ്പൊ 13,500ന്റെ പകുതി എത്രയാ? 6,750 അല്ലെ? 6,750 ഈ ഒരു പെട്ടിക്ക് വില. ഒറ്റൊരു പെട്ടി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിലയായി പോയി. അത് ഞങ്ങളൊരു കുറ്റം പറയുന്നല്ല കേട്ടോ, നമ്മുടെ കടക്കാരെല്ലാരെയും കുറ്റം പറയുന്നല്ല. ആ ചോദിച്ച കടയിൽ അങ്ങനെയായിരുന്നു, ഈ ഒരു പെട്ടി മതി. പക്ഷെ കണ്ണൂർ ടൗണിൽ തന്നെയുള്ള ഒരു അറിയപ്പെടുന്ന ഒരു കട. ഈ 3 പെട്ടിയും കൂടി ഞങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടിയത് 5,800. എത്ര കിട്ടിയത്? 5,800 ഈ 3 പെട്ടിയും കൂടി നമുക്ക് കിട്ടിയത്. ഇത് സഫാരി, ഇതേ കമ്പനി, ഇതേ സഫാരി, ഇതേ കളറിലെ പെട്ടി. ഒരു പെട്ടിക്ക് ആ കടയിൽ നിന്ന് പറഞ്ഞത് 6,750. 13,500 തൊട്ട് അതിന്റെ പകുതി. ഞങ്ങൾ വേറെ 1-2 കടയിലും കയറി. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം, പോയപ്പോ പെട്ടി നോക്കാൻ വേണ്ടി പോയത്. പക്ഷെ വേറെ ഇത്ര ഉണ്ടായില്ല, അതിൽ കുറച്ച് കുറവായിരുന്നു. എന്നിരുന്നാലും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 5,800 ഓൺലൈനിൽ നിന്നല്ലാതെ വേറെ എവിടെ ഒന്നും ഈ ഒരു പെട്ടി നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. ഒരു പെട്ടിയല്ല, 3 പെട്ടി. ഈ 3 പെട്ടി കേട്ടാ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കടക്കാരെന്ന് പറയുമ്പോ അവർക്ക് ഷോപ്പിന്റെ റെന്റ് ഉണ്ട്, കറണ്ട് ആവശ്യം, അതുപോലെ തന്നെ അവർക്ക് സ്റ്റാഫ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു നിശ്ചിത ലാഭത്തേക്ക് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഓൺലൈനിലേക്ക് പോകും. അപ്പൊ എന്താ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ആഗ്രഹിക്കുന്ന വേറെ ഒന്നുമല്ല, 5,700 കടയിൽ നിന്ന് കിട്ടണമെന്നല്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു 2,000 രൂപ കൂടുതലാണെങ്കിലും 5,700, 6,800, 7,800, 8 രൂപ ആയാൽ പോലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം എന്ന് വിചാരിച്ചാ പോയത്. എടുക്കാൻ വിചാരിച്ച തന്നെ ഞങ്ങൾ പോയതാ. പക്ഷെ ഞങ്ങൾക്ക് 8,000 രൂപ പോലും ഈ 3 പെട്ടി ഒരു കടയിൽ നിന്ന് കിട്ടിയില്ല കണ്ണൂരിൽ നിന്ന്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ വാങ്ങുക? അതാണ് നമ്മള് സത്യം പറഞ്ഞാല് ഒരുവിധപ്പെട്ട എല്ലാവരും ഓൺലൈനിലേക്ക് പോകുന്നത്. ഇപ്പൊ ഓൺലൈനിൽ നിന്ന് നമ്മളൊരു സാധനം നമ്മളിപ്പോ ആ പൈസക്ക് വാങ്ങി, അതിൽ നിന്ന് 1,000, 2,000, 2,500 കൂടുതൽ കടയിലാവട്ടെ, പക്ഷെ അതിലും കൂടുതലാണ് കടയിൽ കിട്ടുന്ന റേറ്റ്. ഇത് എല്ലാ കടക്കാരും ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, അല്ലെങ്കിൽ കടക്കാരെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞതല്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിലോ നമ്മുടെ നാടിന് ഗുണം കിട്ടണമെങ്കിലോ ഒക്കെ നമ്മുടെ ഷോപ്പുകാരുടെ തന്നെ വാങ്ങണം. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങുന്നത് നമ്മുടെ പുതിയൊരുള്ള ഷോപ്പാണ്. അതായത് ഐഫൈൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി, അങ്ങനെയുള്ള ഷോപ്പുകളിലേക്കാണ് പോയി വാങ്ങുന്നത് ഞങ്ങൾ. പക്ഷെ ഈ സാധനം നമുക്ക് കിട്ടാത്തതുകൊണ്ട് മാത്രം നമ്മളിപ്പോ ഓൺലൈൻ വാങ്ങിയത്. അതുകൊണ്ട് കടക്കാരും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അല്ലെ. ഒരു നിശ്ചിത ലാഭം എടുത്ത് സെയിൽ ചെയ്താൽ എല്ലാവരും കടയിൽ തന്നെ പോയി വാങ്ങും. ഒരുവിധപ്പെട്ട എല്ലാവരും നമ്മളും വാങ്ങും അല്ലെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ പെട്ടിയുടെ കാര്യം പറഞ്ഞു അവിടെ എത്തി. അപ്പൊ ഈ 3 പെട്ടി നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ 5,800. പിന്നെ പിന്നിപ്പോ വേറെന്താ, ബാക്ക് പാക്കിങ്ങിലേക്ക് പോയാൽ നമുക്ക് എന്തായാലും 3 പെട്ടി തന്നെങ്കിൽ നീ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിനകത്താണ് കയറ്റിക്കോ. ക്യാമറ ഞാൻ പിടിക്കാം. അല്ല മക്കളെ, നിങ്ങളെന്തായി കളിക്കുന്നത്? അച്ചാവൻ നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ വീഡിയോ എടുത്തിരിക്കുമ്പോ ഇവര് ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ഒരേ കളി ഉമ്മ വെച്ച് കൊല്ലു. അതിനാ ദൈവമേ, ഇവരിവിടെ കിടന്ന് അംഗം വെട്ടിയിട്ട് അച്ഛന്റെ അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. അച്ഛൻ 8 മണിക്കായിട്ട് കിടന്ന് ഉറങ്ങി ഇവര്. അപ്പൊ ബാക്ക് പാക്കിങ് കൂടെ തന്നാല് പോ കേറ്. ഞാനാ പാക്ക് ചെയ്തെങ്കില് മണാലി പോകുമ്പോ നിനക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഒരു സാധനം ഉണ്ടാവില്ല, ഒരു വസ്തു ഉണ്ടാവില്ല. സത്യം സത്യം സത്യം. എന്താ ഒരു പാന്റ് കയറി ഒരു പാന്റ് ഇറങ്ങിയിരിക്കുന്ന എന്തിന്? എന്താണ് സംഭവം?
വാ വാ വേഗം എടുക്കുക എന്തായാലും. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ. മോന്റെ വെട്ടി മോൻ ചെയ്തോ. ബാ കമോൺ ബാ സമയം പോയി പറയാം. എടുക്ക് നീട്ട് വാ അങ്ങോട്ട് എടുക്ക് വാ. എന്താണ് ഇങ്ങും പോക്കുന്നത്? ആ വേറെ സംഭവം ഉണ്ട്. ജാക്കറ്റ് പെട്ടി മാത്രല്ല ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് നമ്മൾ അവിടെ ഡൽഹിയിൽ പോയിട്ട് വാങ്ങാന്നാ വിചാരിച്ചേക്കണത്. പക്ഷെ തൽക്കാലം നമുക്കൊരു ജാക്കറ്റ് വേണ്ടേന്ന് വിചാരിച്ച് നമ്മള് ഒരു 2-3 ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അല്ലേ. ആ പൊടിച്ചേരാം. അപ്പൊ കേട്ടോ മക്കളെ അതിവിടെ ആരെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകണം. അപ്പൊ മേലോട്ട് പോകുന്ന പിന്നെ എന്നാ നടക്ക് പോ. ആ കുഞ്ഞിപ്പോഴും അതിനെ പിടിച്ചോളാൻ വെക്കാറും. അതിനെ പിടിച്ചു കൊടുത്താൽ അതിന് വെക്കാറ് അവിടെ നിലത്തിടാൻ സാധ്യതയുണ്ട്. ഇത് എനിക്ക് തോന്നാനുള്ള ഈ പെട്ടി ഇവര് മണാലി വരെ എത്തിക്കുന്നു. ചെല്ല് പോ 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 കേറ് കേറ്. ഇവരെല്ലാം ഇങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി അല്ലെ. എല്ലാം വലിച്ചു വാരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട്. എങ്ങനെ തുടങ്ങണം ഐഡിയ ഇല്ല. ഇതിപ്പോ എനിക്ക് ഒന്നും ഈ പെട്ടി ഒരു പെട്ടി മതിയാവുന്ന തോന്നുന്നേ. ഇങ്ങനെ തോന്നുമ്പോ വിചാരിക്കും ഈ ഒരു പെട്ടി മതിയാവുന്നു. പക്ഷെ വെച്ച് കഴിയുമ്പോ ചിലപ്പോ ഈ 3 പെട്ടിയും മതിയാവുമെന്ന് അറിയില്ല. അതെ ഇവിടുത്തെ ബാക്കി 1-2 സാധനം നമ്മുടെ ഡ്രസ്സുകളൊന്നും ഒരുപാട് വാങ്ങിയിട്ടില്ല കേട്ടാ. ഉള്ളതെല്ലാം തന്നെ ഇട്ടിട്ട് പോവാന്നെല്ലാം വിചാരിച്ചിട്ടുള്ളത്. ഇന്ദ്രുവിന് ചെറിയൊരു ടീഷർട്ടും പിന്നെ സജുമോന് ചെറിയൊരു ബ്ലാക്ക് വിട്ടിട്ട് വേറൊരു ടീഷർട്ടും ഇട്ട് വാങ്ങിയിട്ടുണ്ട് അല്ലേ. അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. എന്തായാലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നീ പാക്ക് ചെയ്തു വെക്ക്. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുറക്ക്. അതെന്തിനാ അത്? ഓക്കെ എന്നാ വെച്ചോ. അപ്പൊ നമ്മുടെ ഈ ഒരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 ദിവസം അല്ല എനിക്ക് 8 ദിവസത്തേക്കുള്ള ഒരു യാത്രയാണ്. അപ്പൊ 8 ദിവസത്തേക്കുള്ള ഡ്രസ്സ് വേണം. പക്ഷെ 8 ദിവസത്തേക്ക് വെച്ചാല് നമ്മളിപ്പോ തണുപ്പ് അവിടെ നല്ല സീസൺ സമയത്ത് നമ്മൾ പോണത് നല്ല തണുപ്പായിരിക്കും. എനിക്ക് തോന്നി ഡ്രസ്സ് ഒന്നും മിക്കവാറും കുളിക്കലൊന്നും ഉണ്ടാവില്ല. ആ ജാക്കറ്റ് തന്നെ ആയിരിക്കും ഉള്ളിലിടുന്ന ഡ്രസ്സ്. വേറെ ഒന്നും അതുകൊണ്ട് ഈ കാര്യമായിട്ട് ഡ്രസ്സ് ഒന്നും എടുക്കണ്ട. 1-2 ജോഡി എടുത്താൽ മതി. ബാക്കി ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങോട്ട് ഒപ്പിക്കാം. അപ്പോ നമ്മുടെ ഈ യാത്രയിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പറഞ്ഞിരുന്നല്ല നമുക്കൊരു വലിയ ടെൻഷനൊന്നുമില്ല യാത്രനെ പറ്റിയിട്ട്. കാരണം നമ്മളൊരു ട്രാവൽ ഏജൻസി ഒരു സാഡ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായി. സാഡ് ടൂറിസത്തിൻ്റെ അവരൊരു പാക്കേജിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല. അവരിവിടെ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഇപ്പം നമ്മൾ കണ്ണൂർ ട്രെയിനിൽ കയറും. കണ്ണൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഡൽഹി പോയി ഇറങ്ങുന്നു. അവിടെ നിന്ന് പിന്നെ ബസ് ഉണ്ട് അവരുടെ. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പിടിക്കുന്നു. ബാക്കി റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ടെൻഷൻസ് ഇല്ല. യാത്രയിൽ ടെൻഷൻ ഒന്നുമില്ല. സുഖമായിട്ട് പോയി സുഖമായിട്ട് തിരിച്ചു വരാം. ഇങ്ങോട്ട് ഫ്ലൈറ്റ് ആണ് അല്ലെ. അതും നമ്മുടെ കണ്ണൂർ ഇവിടെ നമുക്ക് ഇറങ്ങാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സാഡ് ടൂറിസത്തിന് ഇവിടെ കുളു മണാലി മാത്രമൊന്നും അല്ല കേട്ടോ. അവര് ലക്ഷദ്വീപ് പാക്കേജ്, ഗോവ പാക്കേജുകൾ, അതുപോലെ തന്നെ മലേഷ്യ അല്ലെ, മലേഷ്യ ട്രിപ്പുകൾ, മലേഷ്യ സിംഗപ്പൂർ പാക്കേജുകൾ, അങ്ങനെ പിന്നെ ദുബായ്, അങ്ങനെ എല്ലാ പാക്കേജുകളും ഉണ്ട്. പിന്നെ ഇവന്റ്സ് ഉണ്ട്. ഇവന്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാം. ഞാനൊരു നമ്പറോട് കൊടുത്തേക്കാം സാഡ് ടൂറിസത്തിന്റെ. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യാത്രേൻ്റെ എല്ലാവിധ സംശയങ്ങൾക്കും എല്ലാ യാത്രേൻ്റെയും ഒക്കെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഈ പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അതായത് കുളു മണാലി പാക്കേജിൻ്റെ ഒരു സ്റ്റാർട്ടിങ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് കൊടുക്കാം ഇവിടെ. എല്ലാ മാസവും പോകുന്നുണ്ടല്ലേ ഡൽഹിയിൽ നിന്ന്. എല്ലാ ദിവസവും ബസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഡെയിലി ഡൽഹിയിൽ നിന്ന് ഇവരുടെ ബസ്സുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് സുഖമായിട്ട് പോയി വരാം. ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. എന്തിനുണ്ട് ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങാം. ചെറുതിന്റെ കുപ്പായം അങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി തുരുതുരാ കുപ്പായങ്ങൾ അങ്ങോട്ട് വെക്കുകയാണ് അല്ലെ. ഇവിടെ അങ്ങനെ ഡ്രസ്സുകൾ ഓരോന്നോരോന്നായി എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പെട്ടിയില് ഇവരുടെ ഡ്രസ്സ് ഏറെക്കുറെ കുറച്ചായി. ഫുള്ളായിട്ടൊന്നുമില്ല, ഇനി എടുത്തു വെക്കാനുണ്ടല്ലേ. അതെല്ലാം എടുത്തു വെക്കാനുണ്ട്. ഇനിയും കിടക്കുന്ന പെട്ടികള് നമ്മുടെ എപ്പോഴാ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ. അപ്പൊ ഇന്നത്തെ സമയം അതിക്രമിച്ചു. നാളത്തെ പെട്ടി പാക്കിംഗ് കൂടി നമുക്ക് കാണാം അല്ലേ. അതെ, നാളത്തോടെ പെട്ടി പാക്കിംഗ് തീർക്കുമ്പോ ഈ വ്ലോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പോകുന്ന സമയത്തുള്ള വ്ലോഗ് എടുക്കാം അല്ലെ. നെക്സ്റ്റ് ഞങ്ങള് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എനിക്ക് ഒരു ചെറിയ ലിസ്റ്റെല്ലാം ഇട്ടിട്ടുണ്ട്. എന്താ എനിക്ക് പാരസെറ്റമോള്, ഛർദിന്റെ ഗുളിക, ആന്റിബയോട്ടിക്, സോപ്പ്. എടി അത് പാരസെറ്റാമോളൊക്കെ കയറണമെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ കയറണ്ട. നീ ഇവിടെ മറ്റേ ഈ പാത്രക്കടയിൽ കയറിയിട്ട് എന്താ ലിസ്റ്റ് വായിച്ചതല്ലേ. ഫ്ലാസ്ക് അല്ലേ. ഛർദിന്റെ ഗുളിക, പാരസെറ്റമോൾ എല്ലാം എനിക്ക് വേണ്ടത്. അതെ അത് ശരി, അതെല്ലാരും കണ്ടതാണല്ലോ. പിന്നെ റീലിലെല്ലാം കണ്ടിട്ടില്ലേ. 30
കഴിഞ്ഞവരെ ബാഗുകളിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ഇപ്പൊ ഇവിടെ നിന്ന് എന്താ വാങ്ങണ്ടേ നമുക്ക്? ഇവിടെ എനിക്കിപ്പോ ഒരു ഫ്ലാസ്ക് അല്ലേ? ഇങ്ങനത്തെ മതി നിക്ക്, എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഇടാനല്ലേ മതി തൽക്കാലത്തേക്കല്ലേ. നിനക്ക് ഭംഗിയുള്ള കുപ്പി നോക്കി കിടക്കാൻ നമുക്ക് കൊണ്ടുപോകാനല്ലേ? ഒരു കാക്കിലോ നട്ട്സ് എന്തെങ്കിലും ഇടാം. ഇതുപോലത്തെ ഒരു കുറച്ച് ഇതും വാങ്ങാം. അപ്പൊ എന്തെങ്കിലും നമുക്ക് വല്ല വേണമെങ്കിൽ വല്ല ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മുറിച്ച് അതിനകത്ത് വെക്കാം. ഇത് വരണം വാങ്ങി. ഇതെല്ലാം അത്രേ ഉള്ളൂ, 10 റുപ്യ ഉള്ളത്. 10 റുപ്യന്റെ ഒക്കെയാണ്. അപ്പൊ അതാകുമ്പോ നമുക്ക് നിനക്ക് നീ ആ സ്റ്റീലിന്റെ വാങ്ങിച്ചല്ലേ, സ്റ്റീലിന്റെ പാത്രം വാങ്ങി ഇതിടാൻ വേണ്ടിട്ട്. ഇതെല്ലാം എന്താ വെച്ചാൽ നമുക്ക് കളയാ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇതെല്ലാം നീ ഇങ്ങോട്ട് കൊണ്ടുവരും കഴുകി. അപ്പൊ ആരാ പിശുക്കി കിടക്കിടക്ക്? ശരിക്കും പറഞ്ഞാൽ നീയാ പിശുക്കി. ഞാനിത് കളയാം. അവിടെ നിന്ന് നമുക്ക് ഉപേക്ഷിക്കാൻ തരത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മ അങ്ങോട്ട് കൊണ്ടുപോയ ഭക്ഷണത്താണ് നമുക്ക് കളയാം, പിന്നെ ഇങ്ങോട്ട് ചുമന്ന് കൊണ്ടുവരണ്ടല്ലോ. വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വെച്ച മീനെല്ലാം മുറിച്ച് വെക്കാം ഫ്രീസറിൽ. നല്ലതന്നെ. വേഗം നോക്ക് ചെല്ല്. വാങ്ങിക്കും. ഞങ്ങളധികം എന്ത് സാധനങ്ങളും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, പുതിയൊരു ഷാസില് അല്ലെ. നമുക്കും സത്യം പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങാനാണ് താല്പര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓൺലൈനിന്റെ സംഭവം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് പെട്ടിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെ. ഇപ്പൊ ഇവിടെ പെട്ടിയുണ്ട്, നമ്മളിനി ഒരു 1000, 1500, 2000 കൂടിയാലും നമ്മൾ ഇവിടുന്ന് വാങ്ങുള്ളായിരുന്നു. പക്ഷെ ഇല്ലാത്തോണ്ട് മാത്രമാണ്. അതിപ്പോ ആവശ്യമുള്ളത് വാങ്ങുന്നു പോക്കിന് കേട്ടാ. നിന്നെല്ലാം ഈ സത്യം പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ കടയിൽ കയറ്റാൻ പറ്റില്ല. ഫ്ലാസ്ക് നോക്കട്ടെ, മിൽട്ടൺ ഇതിനെന്തോലെണ്ടാ റേറ്റ് വരുന്നത് 720. എത്ര? 720. അങ്ങനെ ഫ്ലാസ്ക് എടുത്ത് വീണ്ടും നിക്ക് തോളത്ത് വെച്ച് എടുത്തു, ഒക്കത്ത് വെച്ച് അല്ലേ. എടുത്തു ഫ്ലാസ്ക് എടുത്തു. എനിക്ക് വേണ്ടെന്നെല്ലാം പറഞ്ഞെങ്കിലും എനിക്ക് ഫ്ലാസ്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. വാങ്ങിച്ചു അല്ലേ. അപ്പൊ കണ്ടെയ്നർ വാങ്ങിച്ചു, ഫ്ലാസ്ക് വാങ്ങിച്ചു, ആ കുപ്പി വാങ്ങിച്ചു. ഇനി എന്താ? അങ്ങനെ നമ്മുടെ സാധനങ്ങളായി ഏറെക്കുറെ അല്ലേ. ഓക്കെ മുത്ത, ഇനി എന്താ? ഓ ഫാൻസി എന്തിനാണ്? എന്നിട്ട് ഫ്രണ്ടിനെ കണ്ടുമുട്ടി ഫാൻസിയിൽ വെച്ചിട്ട്. കണ്ട, ഫാൻസിയിൽ വെച്ചിട്ടാണ് പെണ്ണുങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുക. കൊക്കു ഹായ് പറ. ഫാൻസിയിൽ വെച്ചിട്ടാണ് ഇവരുടെ ഫ്രണ്ട്സിനെ എല്ലാം കാണുക അല്ലേ. ഇനിയിപ്പോ വേഗം തീരൂല. ട്രെയിനിലിരുന്ന് കളിക്കാൻ വേണ്ടിട്ട് ടൈം പാസ് പിള്ളേർക്ക് ഇന്ദ്രനും ദുർഗക്കും വേണ്ടിട്ട് 2 സ്പിന്നർ വാങ്ങിയിട്ടുണ്ട് അല്ലേ. വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ ഇരുന്ന് കറക്കി കളിക്കട്ടെ. അതെ, ഇതിന് പറഞ്ഞ ഞാൻ തന്നെ ബോറടിക്കുമ്പോൾ കറക്കി കളിക്കാം. നല്ല കളർ, അടിപൊളി. അതെന്തായാലും 2 വാങ്ങിയിട്ടുണ്ട്. ഇത് മതി തൽക്കാലം. അങ്ങനെ പർച്ചേസിങ്ങളൊക്കെ ഏറെക്കുറെ ആയി. ഇനിയിപ്പോ നികിക്ക് എന്തോ ഒരു പളാസ എന്തൊക്കെ എടുക്കണം എന്ന് പറയണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി കേറിയിട്ടുള്ളേ. നമ്മുടെ ചങ്ങായിന്റെ ഷോപ്പ് തന്നെ ഉണ്ട്, നമ്മുടെ പുതിയൊരു അല്ലേ. അതന്നെ ഇവിടെ ഞങ്ങള് വീട്ടിലെത്തിയ. അപ്പൊ ഇന്ദ്രുവിനും ദുഗ്ഗുവിനും നമ്മളൊരു സാധനം വാങ്ങിയില്ലേ അവിടെ നിന്ന്, കടയിൽ നിന്ന്, ട്രെയിനിൽ നിന്ന് കളിക്കാൻ വേണ്ടിട്ട് ഇവർക്ക്. അപ്പൊ അത് ഞാൻ വെറുതെ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞാൻ പറഞ്ഞു പോയി. അപ്പൊ ഇവർക്ക് ഇപ്പൊ ഇത് അറിയണം എന്താണെന്ന്. അത് ട്രെയിനിൽ നിന്ന് കാണിച്ചു തരൂ. നമുക്കത് ട്രെയിനിൽ നിന്ന് പറഞ്ഞാ പോരെ. കാരണം ഇപ്പൊ പറഞ്ഞ ഇവർക്ക് ഇപ്പൊ തന്നെ ഇത് പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും. അടുത്ത ആളും വന്നിട്ട് 2 ആളും ഇപ്പൊ ഈ സംഭവം വീഡിയോ കാണുന്ന നിങ്ങൾക്കു മേടിച്ച് നമുക്കും മാത്രം അറിയുള്ളൂ. ഈ 2 എണ്ണത്തിനും അറിയില്ല. നമുക്ക് ട്രെയിനിൽ നിന്ന് പറയാം, അതല്ല നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പറയാം, പിന്നെ അത് പൊട്ടിച്ച് കാണിക്കുമെന്ന് പറയും. പിന്നെ അതുകൊണ്ട് കളിയായി. പിന്നെ ട്രെയിനിൽ നിന്ന് കളിക്കണ എങ്ങനെയാ, പിന്നെ ബോറടിക്കും. ട്രെയിനിൽ നിന്ന് വേണ്ട, ട്രെയിനിൽ നിന്ന് നിങ്ങൾക്ക് കേറുമ്പോ തന്നെ അല്ല, കുറച്ചേരം ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്ത് കുറച്ച് പോകുമ്പോ നിങ്ങളോട് എടുത്തു തരും. അല്ല എനിക്ക് അങ്ങനെയല്ല നമ്മ ചെയ്യുന്ന. എനിക്ക് അല്ല അങ്ങനെയല്ല നമ്മ ചെയ്യാം. സൺഡേ വിളിക്കുന്ന കേട്ടാ. സൺഡേ എടി വ്ലോഗാണ്, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ ഏട്ട സൗണ്ട് കേട്ടു. ഐഡിയ ഡിസ്കസ് ചെയ്യണ്ട. 2 എണ്ണത്തിനോട് ഒന്നും പറയല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല, കേട്ടല്ല. ഇന്നാണ് ശരിയായ സാധനങ്ങളൊക്കെ പുറത്ത് വന്നത്. ഇന്നലെ എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. എനിക്ക് എന്നോട് ചോദിച്ചത് ഈ ചെറിയ പെട്ടി വേണം, ഈ 2 പെട്ടി പോരെന്നാണ്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ചെറിയ പെട്ടി നിറഞ്ഞ് ഈ പെട്ടിയും നിറഞ്ഞ്. ഇനി ഈ ഒരു പെട്ടി കൂടി നിറക്കാനുണ്ട്. ഇതിലിത് മൊത്തം കൊള്ളു എനിക്ക്. നിറച്ച് സാധനങ്ങളായി കേട്ടാ. കണ്ടതാ, ഇനി ഇരിക്കുന്നുണ്ട് കുറെ എടുക്കാൻ വേണ്ടിട്ട്. ഇനി നമ്മള് പറഞ്ഞ ഭക്ഷണ സാധനങ്ങളുണ്ട് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. ഭക്ഷണത്തിന് ഭക്ഷണം അവന്റെ കുഞ്ഞിപ്പറ്റില്ല.
എന്നാലും സർപ്രൈസ് ആണ് നിക്ക് ഇപ്പൊ അല്ലെ. ട്രെയിനിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുക അല്ലെ. അപ്പൊ എന്തായാലും ഈ പെട്ടിയും കൂടെ ഒക്കെ അങ്ങോട്ട് ഇവള് പാക്ക് ചെയ്ത് വെക്കട്ടെ. 3 പെട്ടി അങ്ങോട്ട് പാക്കഡ് ആവുമ്പോ നമ്മുടെ ഈ വ്ളോഗ് അങ്ങോട്ട് വൈൻഡപ്പ് അടിക്കും. അപ്പൊ നീ പാക്ക് ചെയ്യും മകളെ, എന്നിട്ട് നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് അടിക്കാം അല്ലെ. ക്ലൂ ഒന്നുമില്ല. ക്ലൂ എല്ലാം നമുക്കറിയാം, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, വേറെ ആർക്കും അറിയില്ല. ഓക്കെ റെഡി? വീഡിയോ കാണുന്നവർ മോൻ ചോദിച്ചോ. ചേച്ചി, ചേട്ടന്മാരെ, ആന്റിമാരെ, അങ്കിളുമാരെ, അമ്മേ കാല് പിടിക്കാന്നെല്ലാം പറയുന്നത്. ഇത് ടോയ്ലറ്റ് സീറ്റിന്റെ മറ്റേതാണ് കേട്ടോ പേപ്പർ. നമ്മുടെ അറിയാം, നിനക്കല്ല എനിക്കറിയാം. ഞാനിപ്പോ അങ്ങനെ കണ്ടപ്പോ ഇതൊരു ഓൺലൈനിൽ കണ്ടപ്പോഴാണ് ഞാനും അറിഞ്ഞത് അല്ലേ. അങ്ങനെ വാങ്ങിയതാണ് വീഡിയോ കണ്ടപ്പോ. നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ വിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ടോയ്ലറ്റ് എന്തെങ്കിലും ചെറിയ വൃത്തിയുടെയൊക്കെ ഉണ്ടെങ്കിലും വലിയ ടെൻഷൻ ഇല്ലാണ്ട് അവിടെ ഇരിക്കാം അല്ലേ. ടോയ്ലറ്റ് സീറ്റ് കവർ അതന്നെ സംഭവം. എന്നാ എടുത്ത് അതിന് നോക്ക്, മറക്കല്ല. അത് ആവശ്യം വരും, മോനെ കാണിച്ചു തരാം കേട്ടാ. എന്തോ പണി കൊടുത്തിട്ടുണ്ടല്ലോ അമ്മ കാര്യമായിട്ട്. എന്താ ടിഷ്യൂ പേപ്പർ ഇതിൽ മടക്കി വെക്കുന്നത്. ഓ അതിന്റെ ബോട്ടിൽ അത് ടിഷ്യൂ ഉണ്ട്. ഇത് ശരിക്കും പെപ്സി പോലെ ഉണ്ടല്ലേ. പെപ്സിന്റെ പെട്ടി അല്ലേ. എന്നാ വേഗം മടക്കി വെച്ചോ. നമ്മുടെ ലാസ്റ്റ് പെട്ടിയും കൂടി പാക്കായി അല്ലേ. അതും കൂടി ക്ലോസ്. അപ്പൊ 3 പെട്ടികൾ. ആ പെട്ടിയിൽ ഫുഡ് ഐറ്റംസ് വെക്കാനാണ്. അത് നാളെ രാവിലെ വാങ്ങിയിട്ടേ വെക്കുള്ളൂ. അതെ അതെ ശരിയാണ്. അതില് നമ്മള് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നാളെ രാത്രി കൊണ്ടുപോകുന്ന ചോറ്, അതെ ചോറ്, പിന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ അല്ലെ, അത് നമുക്ക് ആ പെട്ടിയിൽ വെക്കാം. ബാക്കി അതെ. അപ്പൊ അതോടുകൂടി പെട്ടി പാക്കിംഗ് കംപ്ലീറ്റ്. കുഴപ്പമില്ല, നമ്മൾ എങ്ങനെങ്കിലും കേറ്റാട്ടാ. അപ്പൊ അങ്ങനെ നമ്മുടെ പെട്ടി പാക്കിംഗ് ഏറെക്കുറെ ആയി. ഇനിയിപ്പോ ഒരു പെട്ടി ബാക്കിയുള്ളത് നമുക്ക് നാളെ ഫുഡൊക്കെ വാങ്ങി വെച്ചിട്ട് പാക്ക് ചെയ്യാം. പിന്നെ അപ്പൊ നാളെ എന്തായാലും നമ്മൾ യാത്രക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്താ മണാലി വ്ളോഗാണ്. നമ്മളിവിടെ നിന്ന് പോകുന്നതും ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാന്ന് നമുക്കും അറിയില്ല, ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ടെൻഷനില്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോകുന്നത് സാറ്റ് ടൂറിസം ആൻഡ് ഇവന്റ്സ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ മണാലിയോ എന്താ പറയാ ഇനി സിംഗപ്പൂര്, മലേഷ്യ അങ്ങനെ എവിടെ പോകണമെങ്കിലും ഇവരെ കോണ്ടാക്ട് ചെയ്യാട്ടെ. ഞാൻ നമ്പർ കൊടുക്കാം. നമുക്കൊരു ധൈര്യം. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞ ഇപ്പൊ എന്തായിരിക്കും അവിടെ ചെല്ലുമ്പോ എങ്ങനെയായിരിക്കും അതൊന്നും ചിന്തിക്കണ്ട, നേരെ അങ്ങ് പോയാൽ മതി. ഒന്നും ചിന്തിക്കണ്ട, നേരെ അങ്ങ് പോയാൽ മതി. അപ്പൊ നാളെ നമുക്ക് യാത്ര ചെയ്യുമ്പോ അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. നാളെ കാണാം. അതെ. അപ്പൊ മണാലി ട്രിപ്പിന്റെ ഫസ്റ്റ് വീഡിയോ നാളെ വരും. ഇത് ജസ്റ്റ് ബാക്ക് പാക്കിംഗ് കഴിഞ്ഞു. അപ്പൊ ഇനി മണാലി ട്രിപ്പ്. അപ്പൊ ഓക്കെ. അപ്പൊ നാളെ നമുക്ക് പോകുമ്പോ കാണാം അല്ലേ. ടാറ്റാ, ബൈ ബൈ.